friends, welcome to another video. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് +1 ബയോളജി അതായത് സുവോളജിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്, ഒരു പാഠഭാഗമാണ്. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്? വാട്ട് ഈസ് ലിവിംഗ്? ലിവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ജീവനുള്ള വസ്തുക്കൾ, എങ്ങനെ നമുക്ക് ജീവനുള്ള വസ്തുക്കളെ കണ്ടാൽ തിരിച്ചറിയാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരുന്നത് മുന്നേ. അപ്പൊ എന്തൊക്കെയായിരുന്നു ക്യാരക്ടറിസ്റ്റിക്സ്? എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്? ഗ്രോത്ത്, ജീവനുള്ള സാധനമാണെങ്കിൽ എന്തുണ്ടാവും? തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ടാവും? വളരുന്നുണ്ടാവും, നമുക്കറിയാം. ഓക്കെ, എങ്ങനെയാണ് വളരുന്നത് നോക്കാം. ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താ അർത്ഥമാക്കുന്നത്? മാസ് കൂടുന്നതായിരിക്കും, അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്നതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് സെല്ല് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എങ്ങനെയാണ് നമ്പർ ഓഫ് സെൽ ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രോത്ത് എങ്ങനെയാണ് നടക്കുന്നത്? ഇറ്റ് ഒക്കേഴ്സ് ബൈ സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ വഴിയാണ് നടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനം, നമ്മൾ പറഞ്ഞു 2 തരത്തിലുണ്ട്, സെക്ഷൽ ഉണ്ട്, അതുപോലെ തന്നെ അസെക്ഷൽ ഉണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു. ഗെയ്മേറ്റിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് അസെക്ഷൽ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗെയ്മേറ്റിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അതിന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നുള്ളതാണ്. പിന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിട്ടുള്ള ജീവികൾക്ക് ഉദാഹരണമാണ് നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഹൈഡ്രയും പ്ലനേറിയയും കാര്യങ്ങളൊക്കെ, അമീബ ഒക്കെ. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലുണ്ടാവും 2 പാരന്റ്സ് ഉണ്ടായിരിക്കും, അതായത് ഒരു മെയിൽ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ഫീമെയിൽ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഗെയ്മേറ്റിന്റെ എന്തുണ്ടായിരിക്കും? അതിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, മോസ്റ്റ് ഓഫ് ഹയർ പ്ലാന്റ്സ്, മിക്കവാറും ഹയർ പ്ലാന്റ്സും അതുപോലെ തന്നെ ആനിമൽസ് ഒക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പേം, അതുപോലെ തന്നെ ഓവം, സൈഗോട്ട് ഇങ്ങനെ ഫോം ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് മെറ്റബോളിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ടോട്ടൽ കെമിക്കൽ ബയോകെമിക്കൽ റിയാക്ഷൻസിന്റെ ആകെ തുകയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റബോളിസം എന്ന് പറയുന്നത്. The sum total of all biochemical reactions occurring in our body. മെറ്റബോളിസം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കാറ്റബോളിസം ആണ്, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അനബോളിസം. കാറ്റബോളിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മോളിക്യൂൾസിനെ ബയോമോളിക്യൂൾസിനെ കുഞ്ഞിതാക്കുന്നതിനാണ് കാറ്റബോളിസം എന്ന് പറയുന്നത്. കുഞ്ഞു മോളിക്യൂളിനെ വലിയതാക്കുന്നതിനാണ് അനബോളിസം എന്ന് പറയുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിവിഷൻ ആണ്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്ത കാര്യങ്ങൾ പറയാം. ഓക്കെ, യൂണിസെല്ലുലാർ ആണെങ്കിലും മൾട്ടി സെല്ലുലാർ ആണെങ്കിലും എന്താണ് മെറ്റബോളിക് റിയാക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ പറഞ്ഞത് സെല്ലുലാർ ഓർഗനൈസേഷൻ ആണ്. നമ്മുടെ ശരീരം നിർമ്മിച്ചിട്ടുള്ളത് സെല്ലുകൾ കൊണ്ടാണ്. പ്ലാന്റ്സിൻ്റെതായിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ആനിമൽസിൻ്റെതായിക്കോട്ടെ, എങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത്? സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ദി ബോഡി ഈസ് എ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ലിവിംഗ് ഓർഗാനിസം. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ആനിമൽ സെല്ലാണ്, അവിടെ പ്ലാന്റ് സെല്ലാണ്. എന്തൊക്കെയാണ് പ്രത്യേകത എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഏതൊക്കെ ഭാഗങ്ങളുണ്ട് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ പറഞ്ഞത് റെസ്പോൺസ് ടു സ്റ്റിമുലായി. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? 10ാം ക്ലാസ്സിൽ എന്താ പഠിച്ചിട്ടില്ലേ? സ്റ്റിമുലസ് ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു? റിഫ്ലെക്സ് ആക്ഷൻ, റിഫ്ലെക്സ് ആർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ദ പാത്ത് വേ ഓഫ് റിഫ്ലെക്സ് ആക്ഷൻ ഇസ് റിഫ്ലെക്സ് ആർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, സംഭവം സിമ്പിളായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ സാധനത്തിൽ ചൂടുള്ള വസ്തുവിനെ തൊടുന്നു, നമ്മൾ കൈ പെട്ടെന്ന് വലിക്കുന്നു. ഓക്കെ, ചൂടുള്ള വസ്തുവിനെ തൊടുന്നു, അപ്പോൾ ആ മെസ്സേജസ്, ആവേഗങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നു, ബ്രെയിൻ സിഗ്നൽ കൊടുക്കുന്നു, മോനെ കൈ വലിച്ചു എന്നുള്ള സിഗ്നൽ കൊടുക്കുന്നു, നമ്മൾ കൈ വലിക്കുന്നു. ഇതാണ് റിഫ്ലെക്സ് എന്ന് പറയുന്നത് കേട്ടോ, റിഫ്ലെക്സ് ആക്ഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ റെസ്പോൺസ് ടു സ്റ്റിമുലൈ എന്ന് പറയുന്നത് അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഓക്കെ, ഹ്യൂമൻ ബീയിങ് ഈസ് ദി ഓൺലി ഓർഗാനിസം ഹു ഈസ് അവെയർ ഓഫ് ദി സറൗണ്ടിങ്സ്. ചുറ്റുപാടുകൾ അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ഒക്കെ ഉള്ളത് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് ആണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബാക്കി ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിംഗ് വേൾഡ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ള പ്ലാന്റ്സിനെ നോക്കുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ നോക്കുന്ന സമയത്ത് കുറേ വീടിൻ്റെ ഉള്ളിൽ തന്നെ തുമ്പ, പിന്നെ എന്താണ് മുക്കുറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ പുറത്തൊക്കെ എടുക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നോക്കുന്ന മനസ്സ് തുളസി ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഹെർബൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്, മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റ്സ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റ്സിനെ പോലെ തന്നെ നമ്മൾ ആനിമൽസ് നോക്കുന്ന സമയത്ത് ആടുണ്ട്, പശുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. സോ വി ക്യാൻ സീ ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിംഗ് വേൾഡ്. അപ്പോൾ ജൈവ വൈവിധ്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജീവികൾ ഒരുപാടുണ്ട്, ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, ഒരുപാട് ആനിമൽസ് ഉണ്ട്, ഒരുപാട് ബേർഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ജീവലോകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജൈവലോകം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡൈവേഴ്സ്, ഭയങ്കര നിറയുന്നതാണ്, ഒരുപാടുണ്ട്. ഓക്കെ, ഒരുപാട് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട്. ഓക്കെ, വൈ ഡു വി ഹാവ് സയന്റിഫിക് നെയിംസ്? അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് കോഴി അല്ലെങ്കിൽ താറാവ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു മത്തങ്ങ, കുമ്പളങ്ങ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സാധനത്തിന് ഞാൻ പറയുന്ന മത്തങ്ങയും കുമ്പളങ്ങയും ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പല പേരുകളാണ് അറിയപ്പെടുന്നത്. മത്തങ്ങ, കുമ്പളങ്ങ കേരളത്തിൽ പറയുന്ന സമയത്ത് വേറെ സ്ഥലത്ത് പറയും, ഇംഗ്ലീഷിൽ പറയും, അതിനെ വേറെ സ്ഥലത്ത് ചൈനീസിൽ പറയും.
ജാപ്പനീസിൽ പറയാം, അങ്ങനെ പല പല ഭാഷയിൽ പറയുന്നുണ്ടാവും. അത് മാത്രമല്ല ഇപ്പോൾ ഒരു എല്ലാ ലാംഗ്വേജിലും ഇപ്പോൾ നോക്കുന്ന സമയത്ത് എല്ലാ സാധനങ്ങൾക്കും പല ലാംഗ്വേജിൽ പല പല പേരുകളാണ്. ഓക്കെ, പല പല പേരുകളാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട്, ഇപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിൽ പോകുന്ന സമയത്ത് അവിടെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അച്ചാറുണ്ട്, അവിടെ കച്ചമ്പറുണ്ട്, നമ്മൾ കച്ചമ്പർ സർലാസ് എന്നൊക്കെ പറയുന്ന സാധനം അതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളങ്ങനെ ചോദിച്ച് മേടിക്കും, കാരണം അവിടുത്തെ പേര് വേറെയാണ് ഈ സാധനത്തിന്. ചേട്ടാ കച്ചമ്പർ തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം തരില്ല. ചേട്ടാ സർലാസ് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരില്ല. സർലാസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണിയുടെ കൂടെ ഒക്കെ തരില്ലേ, ഒരു മോരും അതിന് സവാള കഴിഞ്ഞിട്ടുള്ള സാധനം, ആ സാധനമാണ് അതിന് വേറെ പേരാണ് അവിടുത്തെ. അതുപോലെ തന്നെ പിക്കിളുണ്ട്, അച്ചാറുണ്ട്. അച്ചാറിനെ നമ്മൾ അച്ചാർ എന്ന് പറഞ്ഞാൽ കിട്ടില്ല, കേരളത്തിലത്തെ അച്ചാർ എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടില്ല. അതിനവിടെ പറയുമ്പോൾ ഊർഗെന്നോ അങ്ങനെ എന്താണ് പറയുക, ഊർക്ക് അങ്ങനെ എന്തോ പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എല്ലാ സാധനങ്ങൾക്കും ഒരുപാട് തരത്തിലുള്ള പേരുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പേരുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തിരി കൺഫ്യൂസിങ് ആണ്. നമ്മളിപ്പോൾ കേരളത്തിലത്തെ പേരായിരിക്കില്ല തമിഴ്നാട്ടിൽ, അവിടുത്തെ പേരായിരിക്കില്ല വേറെ സ്ഥലത്ത് ആന്ധ്രയിൽ, അങ്ങനെ എല്ലാ സ്ഥലത്തും വൈവിധ്യമാർന്നിട്ടുള്ള പേരുകൾ ഉള്ളത് കൊണ്ട് ആക്ച്വലി ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പൊതുവായിട്ടൊരു പേരുണ്ടെങ്കിൽ സുഖമായിരുന്നു അല്ലേ. നമ്മൾ ഒരു സാധനത്തിന് ഈ ഒരു പേര്, ഓക്കെ ദാറ്റ്സ് കൂൾ, അത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ സയന്റിഫിക് നെയിമുകൾ കൊടുക്കുന്നത്, ശാസ്ത്രീയ നാമം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ശാസ്ത്രീയ നാമത്തെ കുറിച്ചിട്ടാണ്. ശാസ്ത്രീയ നാമം, സയന്റിഫിക് നെയിം കേട്ടോ, ശാസ്ത്രീയ നാമത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്, വൈ ഡു വി ഹാവ് സയന്റിഫിക് നെയിംസ്, എന്തിനാണ് സയന്റിഫിക് നെയിംസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫോർ ഗിവിംഗ് ദ സെയിം നെയിം ഫോർ ആൻ ഓർഗാനിസം ഓൾ ഓവർ ദ വേൾഡ് ആൻഡ് അവോയ്ഡിങ് കൺഫ്യൂഷൻ ബൈ ഡിഫറെന്റ് നെയിംസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സാധനം കൊടുത്തിട്ടുള്ളത് നോക്കിയേ. ഫോർ ഗിവിംഗ് ദ സെയിം നെയിം, ഒരേ പേര് കൊടുക്കാനായിട്ട്, ഒരു ഓർഗാനിസത്തിന്, ഒരു ജീവിക്ക് ഒരേ പേര്, ലോകത്തിലെല്ലായിടത്തും ഒരു പേര്. അതുമൂലം അവോയ്ഡ് ചെയ്യാൻ പറ്റും. എന്ത് അവോയ്ഡ് ചെയ്യാൻ പറ്റും, കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. എന്തിന്റെ കൺഫ്യൂഷൻ, ഒരുപാട് പേരുകൾ ഉണ്ടെങ്കിലുള്ള കൺഫ്യൂഷൻ ഉണ്ടല്ലോ, ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടി പറയാം, വൈ ഡു വി ഹാവ് സയന്റിഫിക് നെയിംസ്, എന്തിനു വേണ്ടിയിട്ടാണ് സയന്റിഫിക് നെയിംസ്. നമുക്കറിയാം മാഞ്ചിഫെറ ഇൻഡിക്ക, അതുപോലെ തന്നെ ഹോമോസാപ്പിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുകളുണ്ട്. മനുഷ്യന്മാരാണ് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത്. മാഞ്ചിഫെറ ഇൻഡിക്ക ഇറ്റ് ഈസ് ഫോർ മാംഗോ. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ പേരുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിന് ആൻസർ ഇതാണ്, ഒരേ പേര്, നമ്മുടെ ലോകത്തിൽ എവിടെയുള്ള ജീവിയാണെങ്കിലും ഒരൊറ്റ പേര്. ആ ഒരു കോൺസെപ്റ്റോട് കൂടിയിട്ടാണ് എന്തുകൊണ്ടുള്ളത് സയന്റിഫിക് നെയിം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുമൂലം എന്ത് ചെയ്യാൻ പറ്റും, പല സ്ഥലങ്ങളിൽ ഒരു വസ്തുവിനെ തന്നെ അല്ലെങ്കിൽ ഒരു ജീവിനെ തന്നെ പല പേരുകളിൽ അറിയപ്പെടുന്നത് ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. മാറ്റിയെടുക്കാൻ മീൻസ് അങ്ങനെ പെട്ടെന്ന് എല്ലാ ഇതും നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പേര് കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് ഈ ഒരു പേര് എല്ലായിടത്തും ഒരു സാധനത്തിന്, ഇപ്പം മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആവില്ല, അത് തീർച്ചയായിട്ടും തന്നെ ആയിരിക്കും മാംഗോ മാത്രമായിരിക്കും. ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ കുരങ്ങനായിരിക്കില്ല, എന്തായിരിക്കും, മനുഷ്യനായിരിക്കും. തീർച്ചയായിട്ടും എല്ലായിടത്തും അത് സെയിം തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പൊ നോമൻക്ലേച്ചർ എന്താണ്? നോമൻക്ലേച്ചർ ഈസ് നെയിമിംഗ് ഓഫ് organism. Okay, naming of organism such that a particular organism is known by the same name all over the world. നമ്മൾ പറഞ്ഞില്ലേ സയന്റിഫിക് നെയിം കൊടുക്കും എന്ന് പറഞ്ഞില്ലേ, ആ സയന്റിഫിക് നെയിം കൊടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് നോമൻക്ലേച്ചർ. ഓക്കെ, നോമൻക്ലേച്ചർ എന്താണെന്ന് മനസ്സിലായല്ലോ, ഗിവിംഗ് സയന്റിഫിക് നെയിം, അത്രേ ഉള്ളൂ. ഇവിടെ എഴുതിയിട്ടുണ്ട് naming of organism such that a particular organism is known by the same name all over the world. ലോകം മുഴുവൻ ഒരു പേരിൽ ഒരു ജീവജാലത്തിനെ അറിയപ്പെടുന്നതിനായിട്ട് പേര് കൊടുക്കുന്ന ആ ഒരു പ്രക്രിയനെ പറയുന്ന പേരാണ് നോമൻക്ലേച്ചർ. ഓക്കെ, ഇനി അടുത്തായിട്ട് പറയുന്നത് ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, ICBN എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതെന്താ ചെയ്യുന്നത്, പ്രൊവൈഡ്സ് അഗ്രീഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് ക്രൈറ്റീരിയ ഫോർ ദി സയന്റിഫിക് നെയിമിംഗ് ഓഫ് പ്ലാന്റ്സ്. ഓക്കെ, ICBN. ഓക്കെ, എന്താണത്, ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ ബോട്ടണി എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു പ്ലാന്റ്സ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആണ് ICB എന്ന് പറയുന്നത്, ഫോർ ഓൺലി ടു ഗിവ് സയന്റിഫിക് നെയിംസ് ഓഫ് പ്ലാന്റ്സ്. ആൻഡ് ഹൗ അബൌട്ട് ICZN? അടുത്ത് നോക്കിയേ, ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അത് എന്തിനായിരിക്കും പേര് കൊടുക്കുന്നുണ്ടാവുക? ICZN എന്ന് പറയുന്നത് അത് കൊടുക്കുന്നത് തീർച്ചയായിട്ടും എന്തിനാണ്, ആനിമൽസിനാണ് പേര് കൊടുക്കുന്നത്. മനസ്സിലായോ? പ്ലാന്റ്സിന് പേര് കൊടുക്കുന്നത് ICBN ആണ്. ICBN എന്താണ്, ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, ബൊട്ടാണിക്കൽ ഓൺലി റിലേറ്റഡ് ടു പ്ലാന്റ്സ്. ഓക്കെ, ഇനി ICZN, Z എന്ന് പറഞ്ഞാൽ Z ആണ്. ICZN പ്രൊവൈഡ്സ് അഗ്രീഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് ക്രൈറ്റീരിയ ഫോർ ദി സയന്റിഫിക് നെയിമിംഗ് ഓഫ് ആനിമൽസ്. ആനിമൽസിൻ്റെതാണെങ്കിൽ ICZN ആണ്, അല്ലെങ്കിൽ ICZN ആണ്. ഓക്കെ, സോ ഇത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ നോമൻക്ലേച്ചർ എന്താണെന്ന് മനസ്സിലായല്ലോ, സിമ്പിൾ ആയിട്ട് ഇത്രയുള്ളൂ, നെയിമിംഗ് ഓഫ് ഓർഗാനിസം.
എന്ത് നെയിമാണ്? സയന്റിഫിക് നെയിം കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദിച്ചിട്ടുള്ളത് നോക്കിയേ, what is binomial nomenclature? ബൈലാറ്ററൽ എന്നൊക്കെ പറയില്ല, രണ്ട് സൈഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ബൈലാറ്ററൽ എന്ന് പറയും. സോ സെയിം ലൈക്ക് ദാറ്റ് ബൈനോമിയൽ നോമൻക്ലേച്ചർ മീൻസ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോർമലി നമ്മൾ ബയോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് ബൈ മീൻസ് രണ്ടെണ്ണം എന്നർത്ഥം കേട്ടോ. ഓക്കെ, അപ്പൊ ഇൻ ദിസ് സിസ്റ്റം ഓഫ് നെയിമിംഗ്, ഈ ഒരു നെയിമിംഗ് സിസ്റ്റത്തിൽ ദ നെയിം ഓഫ് ഈച്ച് ഓർഗാനിസം ഹാസ് ടു പാർട്സ്. പേരിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒരു ഓർഗാനിസത്തിന്റെ പേര് പറയുന്ന സമയത്ത്, സയന്റിഫിക് നെയിം പറയുന്ന സമയത്ത് അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്, രണ്ട് പാർട്സ് ഉണ്ട്. The first part denotes the generic name. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ജനറിക് നെയിം അല്ലെങ്കിൽ നമ്മൾ ജീനസ് എന്ന് പറയും. And the second part denotes the species name which we call specific epithet. അപ്പോൾ സ്പീഷീസ് നെയിം ആണ് സെക്കൻഡ് പറയുന്നത്. ആദ്യം പറയുന്നത് ജനറിക് നെയിം ആണ്, അതിനെ നമ്മൾ പറയും ജീനസ് എന്ന് പറയും. രണ്ടാമത് പറയുന്നത് സ്പീഷീസ് നെയിം ആണ്, അതിനെ സ്പെസിഫിക് എപ്പിതെറ്റ് എന്നാണ് പറയുന്നത്. This naming system was proposed by Carl Linnaeus. അപ്പോൾ ഈ ഒരു നെയിമിംഗ് സിസ്റ്റം ആരാണ് ഈ പേരൊക്കെ കണ്ടുപിടിച്ചത്? ആരാണ് ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്? പേര് കണ്ടുപിടിച്ചത് ഒരുപാട് പേരുകളുണ്ട്, എല്ലാം കണ്ടുപിടിച്ചില്ല ആരല്ല? കാർലിനിയസ് അല്ല. കാർലിനിയസ് എന്ത് ചെയ്തു? ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നു. ഏത് സിസ്റ്റം? ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ആരാണ്? നമ്മുടെ കാർലിനിയസ് ആണ്. പക്ഷേ അദ്ദേഹമല്ല എല്ലാ ജീവികൾക്കും പേര് കൊടുത്തിട്ടുള്ള. കാരണം ഇപ്പോഴും പേരറിയാത്ത ഒരുപാട് ജീവജാലങ്ങൾ ഇപ്പോഴും നമ്മുടെ ഭൂമിയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ പേര് കൊടുത്തിട്ടുള്ള പല പല ശാസ്ത്രജ്ഞന്മാരാണ്. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ബൈനോമിയൽ അല്ലെങ്കിൽ രണ്ട് എന്നുള്ളതാണ് കേട്ടോ. ദ്വിനാമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ദ്വിനാമകരണം എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. ബൈനോമിയൽ നോമൻക്ലേച്ചർ, അതായത് രണ്ട് ഭാഗങ്ങളുണ്ട്, ഒന്ന് ജീനസ് ഉണ്ട്, സ്പീഷീസ് ഉണ്ട്, അങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് നമ്മുടെ കാർലിനിയസ് ആണ്. എക്സാമ്പിൾ, ദ സയന്റിഫിക് നെയിം ഓഫ് മാംഗോ ഇസ് മാഞ്ചിഫെറ ഇൻഡിക്ക. നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടോ, മാംഗോന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് മാഞ്ചിഫെറ ഇൻഡിക്ക എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഇങ്ങനെയല്ല എഴുതേണ്ടത് കേട്ടോ, ഇത് ഇറ്റാലിക്സിലാണ് എഴുതേണ്ടത്. ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് റോങ്. ഇത് എങ്ങനെ എഴുതണം എന്നുള്ളത് ഞാൻ അടുത്തതിൽ പറയുന്നുണ്ട്. സോ മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറയുന്നത് മാംഗോന്റേതാണ്. നമ്മൾ പറഞ്ഞു ആദ്യത്തേത് ദ ഫസ്റ്റ് പാർട്ട്, ഇതല്ലേ ഫസ്റ്റ് ഭാഗം, ഫസ്റ്റ് പാർട്ട് അതെന്താണെന്ന് പറഞ്ഞത്? അത് ജനറിക് നെയിം ആണെന്നല്ലേ പറഞ്ഞേ, അല്ലെങ്കിൽ അതെന്താണെന്ന് പറയാം? ജീനസ് ആണെന്ന് പറയാം. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് വി കോൾ സ്പീഷീസ് ഓർ സ്പെസിഫിക് എപ്പിതെറ്റ്. ഓക്കെ, സോ മാഞ്ചിഫെറ റെപ്രസെന്റ്സ് ജീനസ് നെയിം, നമ്മൾ നേരത്തെ പറഞ്ഞു, ആൻഡ് ദി ഇൻഡിക്ക റെപ്രസെന്റ്സ് സ്പീഷീസ് ഓർ സ്പെസിഫിക് എപ്പിതെറ്റ്. മനസ്സിലായല്ലോ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ. അപ്പൊ നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണെന്ന് പറഞ്ഞു? ഇറ്റ് ഈസ് സിംപ്ലി നെയിമിംഗ് ഓഫ് ഓർഗാനിസം. എന്ത് നെയിമാണ്? സയന്റിഫിക് നെയിം. ഓക്കെ, അത് ഏത് പാറ്റേണിലാണ് കൊടുക്കുന്നത്? ആക്ച്വലി ഇറ്റ് ഈസ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ആരാണ് ഈ സംഭവം കൊണ്ടുവന്നത്? കാർലിനിയസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, യൂണിവേഴ്സൽ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ. നമ്മൾ പറഞ്ഞു ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ കുറിച്ച് പറഞ്ഞു, കാർലിനിയസ് ആണ് ഇത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. സോ വാട്ട് ആർ ദി rules to be followed when we name an organism? ഒരു ഓർഗാനിസത്തിന് പേര് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ റൂൾസ് ആണ് നമ്മൾ അനുമാനിക്കേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ റൂൾസ് നമ്മൾ അനുസരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ ഭാഷയിലായിരിക്കും എന്തെഴുതേണ്ടത്? നമ്മുടെ ബയോളജിക്കൽ നെയിം അല്ലെങ്കിൽ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ലാറ്റിൻ ഭാഷയിലായിരിക്കണം. ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. ഞാൻ നേരത്തെ എഴുതിയിട്ടുള്ളത് ഡയറക്റ്റ് നോർമലി അല്ല എഴുതിയിട്ടുള്ളത്. എങ്ങനെ എഴുതുന്ന പറയുന്നത്? ഇറ്റാലിക്സിൽ എഴുതണം. ഇറ്റാലിക്സ് എന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തിട്ട് നോക്കിയേ, ഇറ്റാലിക്സ് എന്ന് പറഞ്ഞാൽ ചെരിച്ചെഴുതണം. ഇറ്റാലിക്സ് നമ്മൾ പറയില്ലേ, ഇറ്റാലിക്സ് ബോൾഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഇറ്റാലിക്സിൽ എഴുതണം. അപ്പൊ ഒന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ, പേരെഴുതുന്ന സമയത്ത് ഭാഷ എന്ന് പറയുന്നത് ലാറ്റിൻ ഭാഷയിലായിരിക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അതെന്താണ്? ഇറ്റാലിക്സിലായിരിക്കണം, ചെരിച്ചെഴുതണം, ലാറ്റിൻ ഭാഷയിൽ ചെരിച്ചെഴുതണം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ദ ഫസ്റ്റ് വേർഡ് റെപ്രസെന്റ്സ് ജീനസ് ആൻഡ് ദി സെക്കൻഡ് സ്പെസിഫിക് എപ്പിതെറ്റ് ഓർ സ്പീഷീസ്. അത് നേരത്തെ പറഞ്ഞാണ്. ഫസ്റ്റ് വേർഡ് എന്താണ്? ജീനസ് ആണ്. സെക്കൻഡ് വേർഡ് എന്താണ്? സ്പീഷീസ് ആണ് ഓർ സ്പെസിഫിക് എപ്പിതെറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ്. വെൻ ഹാൻഡ് റിട്ടൺ, ഇപ്പോൾ നമ്മൾ ഇതിൽ കാണിക്കുന്നത് പ്രിന്റഡ് അല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ളതല്ലേ, അതല്ല നിങ്ങൾ ബുക്കിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മാഞ്ചിഫെറ ഇൻഡിക്ക അത്തരത്തിലുള്ള പേരുകൾ എഴുതുന്ന സമയത്ത് രണ്ട് വേർഡും, ഏതൊക്കെ രണ്ട് വേർഡ്? ജീനസും സ്പീഷീസും പ്രത്യേകം അണ്ടർലൈൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ മാഞ്ചിഫെറ ഇൻഡിക്ക അല്ലെങ്കിൽ ഹോമോസാപ്പിയൻസ് എന്ന് എഴുതുന്ന സമയത്ത് നിങ്ങൾ ആ രണ്ടെണ്ണം സെപ്പറേറ്റ്, ഒറ്റ വരയിലല്ല എന്ത് ചെയ്യണം? ബോത്ത് ദ വേർഡ്സ് ആർ സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ്, സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. The first word denoting the genus starts with a capital letter.
ജീനസിന്റെ ഈ സംഭവം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ജീനസിന്റെ ആദ്യത്തെ അക്ഷരം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റലിലും സ്പീഷീസിന്റെ ആദ്യത്തെ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്മോൾ ലെറ്ററിലുമാണ്. മനസ്സിലായോ? അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞത് ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ കുറിച്ചിട്ടാണ്. നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ഗിവിംഗ് നെയിംസ് ഫോർ ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന് പേര് കൊടുക്കുന്നതാണ്. ആര് കണ്ടുപിടിച്ചു? കാലിനിയസ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്? ലാറ്റിൻ ഭാഷയിലായിരിക്കണം, ചരിച്ചെഴുതണം. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? ജീനസ് ആണ് ആദ്യം എഴുതുന്നത്, സ്പീഷീസ് ആണ് സെക്കൻഡ് എഴുതുന്നത്. അത് നമ്മൾ പറഞ്ഞു. ഒരിക്കലും സ്പീഷീസ് ആദ്യം ജീനസ് പിന്നീട് എഴുതാൻ പാടില്ല. സാപ്പിയൻസ് ഹോമോ എന്ന് എഴുതാൻ പാടില്ല. എന്തെഴുതണം? ഹോമോ സാപ്പിയൻസ്. ഇൻഡിക്ക മാൻജിഫറ എഴുതാൻ പാടില്ല. എന്തെഴുതണം? മാൻജിഫറ ഇൻഡിക്ക എന്ന് വേണം എഴുതാനായിട്ട്. അടുത്ത കാര്യം, ഇനി നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ടൈപ്പ് ചെയ്യല്ല, പ്രിന്റ് ചെയ്തിട്ടുള്ളതല്ല, നമ്മൾ എഴുതുന്ന സമയത്ത്, കൈ കൊണ്ട് എഴുതുന്ന സമയത്ത് വി ഹാവ് ടു അണ്ടർലൈൻ ഈച്ച് വേർഡ് ഓർ ബോത്ത് വേർഡ് സെപ്പറേറ്റ്ലി. ഓക്കെ, പിന്നെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം, സ്പീഷീസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്മോൾ ലെറ്ററിലായിരിക്കണം. മനസ്സിലായല്ലോ? ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. And next one, classification. Okay, അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്താണ്? ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തരംതിരിക്കുന്നതാണ്. നമ്മൾ പോയി ടേബിളിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കാം, ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ടേബിളിൽ ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ആ സമയത്ത് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ടേബിളിൽ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യും. ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. എന്ത് സാധനം ഇങ്ങനെ അടക്കി ഒതുക്കി കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനൊക്കെ എന്ത് ചെയ്യും? ഓർഗനൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ കൊടുത്തുള്ള അതിനാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയേണ്ടത്. ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തരംതിരിക്കുക എന്നർത്ഥം. The process by which anything is grouped into convenient categories. അതായത് the process, ഇതൊരു പ്രോസസ് ആണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? It is a process. എന്ത് പ്രോസസ് ആണെന്ന് പറയുന്നത്? The process by which anything, എന്തും ഗ്രൂപ്പ് ചെയ്യുന്നതാണ്. ഗ്രൂപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഒരു അടുക്കി വെക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ പിക്ചർ കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. കൺവീനിയൻറ്റ് കാറ്റഗറി, കൺവീനിയൻ്റ് ആയിട്ടുള്ള, നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള, നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള, എളുപ്പത്തിനായിട്ട് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഇറ്റ് ഈസ് ദി പ്ലേസിംഗ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ ടു ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ റിലേഷൻഷിപ്പ്. ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായ? ക്ലാസിഫിക്കേഷൻ. ഇപ്പൊ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ അടക്കി വെച്ചിട്ടുള്ളതിന്റെ ഒരു ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്യുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പൊ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതായിരിക്കും. ഞാൻ മേടിക്കാൻ പോകുന്നത് കുറച്ച് തക്കാളി മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. കുറച്ച് തക്കാളിയും അല്ലെങ്കിൽ പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളതെന്നിരിക്കും. പക്ഷേ ഞാൻ തക്കാളി മാത്രമായിരിക്കില്ല അല്ലെങ്കിൽ പച്ചക്കറി മാത്രമല്ല മേടിക്കുന്നുണ്ടാവും, ഒരുപാട് സാധനങ്ങൾ മേടിക്കുന്നുണ്ടാവും. ബിക്കോസ് അവിടെ ഒരു സൈക്കോളജി വർക്ക് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് പറയാം. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ശരിക്കും ഒരു റൗണ്ട് ചെയ്തിട്ടൊക്കെ സാധാരണഗതിയിൽ എന്ത് ചെയ്യുക? സൂപ്പർ മാർക്കറ്റിലേക്ക് കടന്നു വരുന്നു. നമ്മൾ കറങ്ങിയടിച്ച് വേറൊരു വഴി കൂടി തിരിച്ചു പോകുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ കയറി ചെല്ലുന്ന ഭാഗത്ത് ഉണ്ടാവുന്നത് കോസ്മെറ്റിക്സ് ആയിരിക്കും. കോസ്മെറ്റിക്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്ന പൊട്ട്, കൺമഷി അല്ലെങ്കിൽ ഫെയർ ആൻഡ് ലവ്ലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഫെയർ ആൻഡ് ലവ്ലി ആൻഡ് ഫെയർ ആൻഡ് ഹാൻസം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ എന്തുട്ടാണ് ഈ ലേഡീസിൻ്റെ കൂടുതലായിട്ട് നെയിൽ പോളിഷ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സ്പ്രേ ഒക്കെ ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പോകുമ്പോൾ തന്നെ ഈ സാധനങ്ങൾ കാണുമ്പോൾ സമയത്ത് ഇറ്റ്സ് കൈൻഡ് ഓഫ് അട്രാക്ട് ചെയ്യും സാധനങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൽ എന്തെങ്കിലുമൊക്കെ എടുക്കാനായിട്ട് നോക്കും. അപ്പോൾ അപ്പുറത്ത് നോക്കുമ്പോഴാണ് ഇതുണ്ടാവുന്നത്, ട്രോളി ഉണ്ടാവുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ആ കാർട്ടുണ്ടാകും. ആ കാർട്ടിൽ എന്ത് ചെയ്യും? നമ്മൾ ഈ സാധനങ്ങൾ ഒരെണ്ണമായിട്ട് ഇടും. ഒരെണ്ണിട്ടപ്പോൾ നമ്മൾ ചേട്ടാ ഒരെണ്ണല്ലോ. നമ്മൾ അപ്പുറത്ത് നോക്കിയ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരുത്തിൻ്റെ നിറയെ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് നിറയ്ക്കാനായിട്ടുള്ള കാര്യം പിന്നെ ചെയ്യുന്നുണ്ടാവും. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. നോക്കിയേ, കിൻഡർ ജോയ് വെച്ചിട്ടുള്ള സ്ഥലം നോക്കിയേ. കിൻഡർ ജോയ് ആണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അറിഞ്ഞൂടാ. കിൻഡർ ജോയ് ആണ്. കിൻഡർ ജോയ് വെച്ചിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും താഴെയാണ്. മനസ്സിലായോ? കിൻഡർ ജോയ് വെച്ചിട്ടുള്ള ഏറ്റവും താഴെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളും ഉണ്ടാവും നമ്മുടെ കൂടെ. അപ്പോൾ എന്ത് ചെയ്യും? കുട്ടികൾക്ക് പെട്ടെന്ന് കയ്യെത്തുന്ന രീതിയിലായിരിക്കും കിൻഡർ ജോയും പിന്നെ ഡയറി മിൽക്കും അങ്ങനെയുള്ള ഈ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും, ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ടാവില്ല. കുട്ടികൾക്ക് കാണാവുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈസി ആയിട്ട് എടുക്കാവുന്ന രീതിയിലാണ് നമ്മുടെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവുക. മനസ്സിലായോ? അപ്പോൾ എന്തിനാണ് താഴെ വെക്കുന്നത് മനസ്സിലായല്ലോ? അത് കുട്ടികൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് നേരെ പോയിട്ട് ബില്ല് ചെയ്യും. വേറെ പരിപാടിയൊന്നുമില്ല, വേറെ കാര്യങ്ങളൊന്നും നോക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? അത് നേരെ പോയിട്ട് ബില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
പിന്നെ അവസാനമായിരിക്കും എന്തുണ്ടാവും, നമ്മൾ മേടിക്കാൻ പോയിട്ടുള്ള തക്കാളി കിട്ടുന്ന ഏറ്റവും അവസാനമായിരിക്കും, പച്ചക്കറിക്ക് അവസാനത്തെ സെക്ഷനിലായിരിക്കും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുവരെ നമ്മൾ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരിക്കും. അത് മാത്രമല്ല, ഇനി ബില്ല് സെക്ഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടാവും, അവിടെ ഉണ്ടാവും ചോക്ലേറ്റ്. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ചോക്ലേറ്റ് വാങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ ലേ ഔട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി വയ്ക്കുക. സോ നമ്മൾ പറഞ്ഞ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ടാക്സോണമി എന്ന് പറയുന്ന ഒരു കാറ്റഗറീനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ടാക്സോണമി. അപ്പോൾ ടാക്സോണമിയെ കുറിച്ചിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു. നമ്മൾ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ വരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഒന്ന് സമപ്പ് ചെയ്യാം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ മെറ്റബോളിസം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഓക്കെ, ഡൈവേഴ്സിറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. എന്തിനാണ് സയന്റിഫിക് നെയിം കൊടുക്കുന്നത്? കാരണം കുറേ പേരുകൾ പല സ്ഥലത്തും പോയി കഴിഞ്ഞാൽ എനിക്ക് അച്ചാർ വേണം, തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അച്ചാർ വെച്ച് കിട്ടില്ല, എന്ത് വേണം, ഊർഗ് എന്ന് പറയുന്ന സാധനം. ഇവിടെ പക്ഷേ അങ്ങനെ അച്ചാറും പഴംപൊരി സാധനങ്ങളല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്, പ്ലാന്റ്സും ആനിമൽസും. അതിന് ഒരു സ്ഥലത്ത് ഒരു പേര്, വേറെ സ്ഥലത്ത് വേറെ പേര്, അങ്ങനെ പല പേരുകളായിരിക്കും. ഓക്കെ, അപ്പോൾ അത് മാറ്റാനായിട്ട് അല്ലെങ്കിൽ അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ആണ് എന്ത് കൊണ്ടിട്ടുള്ളത്, നോമൻക്ലേച്ചർ അല്ലെങ്കിൽ നെയിമിംഗ് കൊണ്ടിട്ടുള്ളത്. പ്ലാന്റ്സിന് പേര് കൊടുക്കുന്നവരാണ് ICBN ആണ്. എന്താണ് ബൊട്ടാണിക്കൽ നോക്കുക, ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഇനി ഇതിനാണെങ്കിലോ ആനിമൽസിനാണെങ്കിലോ ICZN ആണ്, ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ബൈനോമിയൽ പറഞ്ഞു, 2 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്, ജീനസ് ഉണ്ട്, സ്പീഷീസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് കൊണ്ടുവന്നവരാണ് കാർലീനിയസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലാറ്റിനിൽ എഴുതണം, ഇറ്റാലിക്സിൽ എഴുതണം. ആദ്യത്തെ ജീനസ് ആണ്, രണ്ടാമത്തെ സ്പീഷീസ് ആണ്. എഴുതുന്ന സമയത്ത് 2 വേർഡും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. ഒന്നാമത്തെ വേർഡ് ജീനസ് ആണ്, അത് ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം. രണ്ടാമത്തെ വേർഡ് സ്പീഷീസ് ആണ്, അത് സ്മോൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എനിത്തിങ് ഈസ് ഗ്രൂപ്ഡ് ഇൻ ടു കൺവീനിയന്റ് കാറ്റഗറീസ്. കൺവീനിയന്റ് ആയിട്ടുള്ള കാറ്റഗറിയിൽ സാധനങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പഠിക്കുന്നത് സുവോളജിയിൽ പഠിക്കുന്നത് മെയിൻ ആയിട്ട് എന്തിനെ കുറിച്ചിട്ടാണ്, നമ്മുടെ ഈ സാധനങ്ങളല്ല, പകരം പ്ലാന്റ്സ് ആയിരിക്കാം, ആനിമൽസ് ആയിരിക്കാം. ഓക്കെ, so that's all for today, and if you like this video please like, share and subscribe. അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ ടാക്സോണമിയെ കുറിച്ച് പഠിക്കുന്നത്. സോ ക്ലാസിഫിക്കേഷൻ വരെയുള്ള കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു, and don't forget to subscribe. Thank you.